മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും നിസ്കാരം ബാത്തിലാക്കി കളയും. ഒന്ന്, നിസ്കാരം മുറിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന രീതി ഞാൻ നിസ്കാരം മുറിക്കണോ മുറിക്കണ്ടേ എന്ന് സംശയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ നിസ്കാരം മുറിക്കും എന്ന് കരുതാം. വണ്ടി വന്നാൽ നിസ്കാരം മുറിക്കും, മഴ പെയ്താൽ നിസ്കാരം മുറിക്കും. ഇങ്ങനെ കരുതിയാൽ നമ്മൾ മുറിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് മുറിഞ്ഞേ. രണ്ടാമത്തെ കാര്യം, ഫാഹിഷായ അതിരുവിട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാം. എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഇങ്ങനെ ചാടുക, ഇനി കുറെ വട്ടം ചാടണല്ലോ, ഒറ്റ ചാട്ടം ചാടിയാൽ മതി, നിസ്കാരം ബാത്തിലായി പോകും. മൂന്നാമത്തെ കാര്യം, സഖീലായ അവയവങ്ങളെ കൊണ്ട് തുടർച്ചയായി 3 വട്ടം ചലിക്കുക. സഖീലായ അവയവം എന്ന് പറഞ്ഞാൽ ഈ വിരല്, കണ്ണിന്റെ പോള, ചുണ്ട് പോലത്തത് സഖീലായ അവയവമല്ല. അല്ലാത്ത കൈ, കാല്, തല, മുഖത്ത് ഇങ്ങനെ 3 വട്ടം തുടർച്ചയായിട്ട് അളകിയാൽ നിസ്കാരം ബാത്തിലായി പോകും. നാലാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു നിസ്കാരത്തിന്റെ അദബിനോട് യോജിക്കാത്ത നിലക്കുള്ള കളികൾ, കൈയിന്റെ വിരല് ഇങ്ങനെ പൊളിച്ച് കളിച്ച നിസ്കാരത്തിൽ, അല്ലെങ്കിൽ കാടിമ അങ്ങനെ കളിച്ചു, മൂക്കിന്റെ ഉള്ളിൽ കയറ്റ് ഗുളിക ഉണ്ടാക്കി ഉള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും. അഞ്ചാമത്തെ കാര്യം, ഒരു ഫർളായ ഒരു കാര്യം സുന്നത്താണെന്ന് കരുതുക. ഇപ്പൊ ഫാത്തിഹ അതൊരു ഫർളല്ല, സുന്നത്താണെന്ന് കരുതിയാൽ തന്നെ നിസ്കാരം ബാത്തിലായി പോകും. ഇതിൽ ഒരു കാര്യം മാത്രം നമ്മൾ അറിയാതെ വന്നു പോകും, അതൊന്ന് ഓർത്താണ്. ഒന്ന്, നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തല് സുന്നത്താകുന്ന ഒരു സമയം, ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് റുകൂക്ക് പോകുമ്പോൾ, റുകൂവിൽ നിന്ന് ഉയരുന്ന സമയത്ത്, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് കൈ ഉയർത്തൽ സുന്നത്തല്ല. ഇതല്ലാത്ത സമയത്ത് കൈ ഉയർത്തിയാൽ അധികം നിസ്കാരം ബാത്തിലായി പോകും. കൈ ഇങ്ങനെ പൊക്കി, ഇത് നിസ്കാരത്തിൽ ഇല്ലാത്തൊരു പ്രവർത്തനമാണ്. ഇപ്പൊ കൈ പൊക്കിയാൽ 2 കൈയും പൊക്കുമ്പോ ഒരു അഭിപ്രായത്തിൽ 2 പൊക്കലാണ്, പിന്നെ താത്തുമ്പോൾ 4ആയി, ഇപ്പൊ 3 പ്രവർത്തനം ഉണ്ടായി. അപ്പൊ തന്നെ താത്തിയാൽ നിസ്കാരം ബാത്തിലായി പോകും. ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഒരാൾ ചിലപ്പോൾ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട ഇരുത്തരുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട ഇരുത്തരുന്നിട്ട് മറന്ന് ഇരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മുന്നിക്ക് പോയിട്ട് ഒരു ഇരുത്തം. അതിൽ 2 കാര്യം വരും. ഒന്ന്, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുകൂഇന്റെ പരിധിയാണ് എന്ന നിലക്ക് ഒരു ഫർള് അമിതമാക്കി എന്നുള്ള കുഴപ്പം വരും. 2, ആ ഇരുത്തത്തിലൊക്കെ ചിലപ്പോൾ 3 അനക്കാകാനുള്ള സാധ്യതകളുണ്ട്. നിസ്കാരം ബാത്തിലായി പോകും. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ.